പറഞ്ഞു. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ആണ്. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാകും. എന്നിട്ട് മദർ തെരേസ പറഞ്ഞു, ടുഡേയ്സ് ക്രിസ്മസ് ഈസ് എ കേക്ക് ലെസ് ക്രിസ്മസ്. കേക്കില്ലാത്ത ഒരു ക്രിസ്മസ് ആണ്. ഇന്നും ആ കോൺവെന്റിൽ ക്രിസ്മസിന്റെ ദിവസം കേക്ക് മുറിക്കില്ല. ആ കോൺവെന്റിൽ ക്രിസ്മസിന്റെ ദിവസം കേക്ക് ആ കോൺവെന്റിൽ കട്ട് ചെയ്യില്ല. എന്തിനാണ്? നമ്മൾ കേക്ക് തിന്നാതിരിക്കുമ്പോഴാണ് അവരന് കേക്ക് കിട്ടുകയുള്ളൂ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചത് നമുക്കിന്ന് നല്ല വീടുകളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാൽ നാം നമ്മുടെ ജീവിതത്തിൽ പലതും വേണ്ട എന്ന് വെക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൻ്റെ നന്മ കിട്ടുകയുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം അല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്തത് എന്താണോ അത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് കിട്ടിയത് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ട് പോകേണ്ടി വരും. കിട്ടിയത് മുഴുവൻ, അമ്മയെ കിട്ടി, അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പനെ കിട്ടി, നഷ്ടപ്പെട്ടു. ഭാര്യയെ കിട്ടി, നഷ്ടപ്പെടും. ഭർത്താവിനെ കിട്ടി, നഷ്ടപ്പെടും. മക്കളെ കിട്ടി, നഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ കൊടുത്തതുണ്ടല്ലോ, നഷ്ടപ്പെടില്ല. കൊടുത്തതാണ് ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് കൊടുത്തു. ഇതാ ഞാൻ നിങ്ങൾക്കൊരു മാതൃക. കാല് കഴുകി ചുംബിച്ചിട്ടാണ് പറഞ്ഞത്, ഇനി നിങ്ങൾ ചുംബിക്കൂ. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത് വാക്കുകൊണ്ട് നമ്മൾ പലതും പറയും, പ്രവൃത്തിയിൽ ഇല്ല. ഈശോ നമുക്ക് കാണിച്ചു തന്നതല്ല, ഐ ലവ് യു, ഹൗ മച്ച്, ദിസ് മച്ച്. കുരിശിൽ കിടന്നിട്ട് പറഞ്ഞു, ദിസ് മച്ച് ഐ ലവ് യു. വാക്കുകൊണ്ടല്ല, എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് തന്നിട്ട് പറയുന്നു, ദിസ് ഈസ് മൈ ലവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ഒരു ഭാര്യ പരിശ്രമിക്കണം, ഒരു ഭർത്താവ് പരിശ്രമിക്കണം, മക്കൾ പരിശ്രമിക്കണം, മാതാപിതാക്കൾ പരിശ്രമിക്കണം. ഈ ലോകത്തോട് പറയണം, ഞാൻ ദൈവത്തെ പ്രതി നിങ്ങളെ സ്നേഹിക്കുന്നു. ഓരോ വിശുദ്ധാത്മാക്കളുടെ ജീവിതം അങ്ങനെയാണ്. അതിനാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരിക്കലും പ്രിയമുള്ളവരെ അസംതൃപ്തി വരരുത്, നിരാശ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടരുത്. പലപ്പോഴും നമ്മുടെ ജീവിതം കാലങ്ങൾ കഴിയുമ്പോൾ അർത്ഥശൂന്യമായി മാറുന്നു. എല്ലാം സമ്പാദിച്ചു, എല്ലാം നേടിയെടുത്തു, പക്ഷേ ഒന്നും ജീവിതത്തിലില്ല. ഒരു കൊച്ചു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാം നമുക്ക് നേടിയെടുക്കാം എന്ന് കരുതരുത്. ജീവിതത്തിൽ നേടിയെടുക്കുന്നത് മുഴുവൻ നാം കൊടുത്തത് മാത്രമാണ് നേട്ടമായിട്ട് തീരുകയുള്ളൂ. ഒരിക്കൽ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, തൊട്ടപ്പുറത്ത് ഒരു വലിയ ധനികനായ മനുഷ്യൻ. ഒരു സന്യാസി ഒരു ദിവസം ഈ ധനികന്റെ വീടിനടുത്ത് വന്ന് ചോദിച്ചു, ഇന്ന് താങ്കളുടെ വീട്ടിൽ എനിക്കൊന്ന് അന്തിയുറങ്ങാൻ സ്ഥലം തരുമോ? അയാൾ പറഞ്ഞു, ഇവിടുന്ന് സ്ഥലമില്ല, കടന്നു പോ. ആ സന്യാസി അടുത്ത വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ദരിദ്രനായ മനുഷ്യൻ പറഞ്ഞു, വരൂ, താങ്കൾ ഇവിടെ കിടന്നുറങ്ങിക്കോളൂ. അങ്ങനെ ഭക്ഷണം കൊടുത്ത് അയാൾ അവിടെ കിടത്തി ഉറക്കി. പിറ്റേ ദിവസം പോകുന്ന നേരത്ത് ആ സന്യാസി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം നിങ്ങൾക്ക് നല്ലത് വരുത്തും, എല്ലാ നന്മയുണ്ടാകും. സന്യാസി പോയി ഉടനെ എന്തുണ്ടായി? ഇയാളുടെ കുടില് പോലെയുള്ള ആ കൊച്ചു കുടില് അത് വലിയൊരു കൊട്ടാരം പോലെയായി മാറി. അത്ഭുതങ്ങൾ നടന്നു, വലിയ സൗഭാഗ്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. പെട്ടെന്ന് ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞ മനുഷ്യൻ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അയ്യോ, എൻ്റെ വീട്ടിൽ വന്ന ഭാഗ്യമായിരുന്നല്ലോ, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അദ്ദേഹം ഈ സന്യാസിയെ തേടി ഓടി വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, താങ്കളെ എൻ്റെ വീട്ടിൽ സ്വീകരിക്കേണ്ടതായിരുന്നു, എനിക്കൊരു തെറ്റ് പറ്റി, ക്ഷമിക്കുക, എനിക്കും വേണം അനുഗ്രഹങ്ങൾ, എനിക്കും വേണം വരം. അല്ല എനിക്ക് വേണം. നിർബന്ധിച്ചവൾ പറഞ്ഞു, ശരി, താങ്കൾക്കും ഞാൻ 3 വരങ്ങൾ തരികയാണ്. താങ്കൾ എന്ത് ആഗ്രഹിച്ചാലും അത് കിട്ടും. പോരെ, മതി. 3 കാര്യങ്ങൾ, എന്ത് താങ്കൾ ആഗ്രഹിച്ചോ അത് താങ്കൾക്ക് കിട്ടും. ഇയാൾക്ക് വലിയ സന്തോഷമായി, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിട്ടു. പോകുന്ന വഴിക്ക് ഇയാൾ ആലോചിച്ചു, 3 കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും, വലിയ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്, എന്താ ചോദിക്കണ്ടേ? ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ തലയുടെ മീതെ കൂടെ
കുറെ കാക്ക കാക്കാന്നുള്ള ബഹളം വെച്ച് ഓടിപ്പോകായിരുന്നു. ഉടനെ തന്നെ ആൾ ഇതെന്തുട്ട് കാക്കകളത് ഒക്കെ ചത്തുപോട്ടെ പറഞ്ഞ ഉടനെ തന്നെ കാക്കൊക്കെ ചത്ത അയാളുടെ തലയിലെല്ലാം വീണു. ആദ്യത്തെ വരം അങ്ങനെ പോയി. ഇനി 2 വരണ്ട്. അദ്ദേഹം വീട്ടിൽ ചെന്നു. ദൈവമേ, ഒരു വരം പോയല്ലോ. വീട്ടിൽ ചെന്നപ്പോൾ ഇയാൾ നേരെ അവിടെ ഭാര്യയോടൊന്നും ഈ കാര്യം പറഞ്ഞില്ല. പറമ്പിൽ അങ്ങ് അകലെ പോയിരുന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്, ഇനി എന്താ ചോദിക്കണ്ടേ. കിട്ടേണ്ട കാര്യമാണല്ലോ. കിട്ടേണ്ട കാര്യം വരുമ്പോൾ ഭയങ്കര ആലോചന നമുക്ക്. അപ്പോൾ പോയിരുന്ന് ആലോചിച്ചിരുന്ന് കുറേ കഴിഞ്ഞു ഭാര്യ വീട്ടിൽ ഭക്ഷണത്തിന് ആളെ കാണാണ്ടായപ്പോ പറമ്പിലേക്ക് ചെന്നപ്പോൾ അവിടെ പാറയുടെ പുറത്തിരുന്ന് ആലോചിക്കുക എന്താ ചോദിക്കണ്ടേന്നുള്ളത്. കുറെ കഴിഞ്ഞപ്പോ ഭാര്യ വന്നിട്ട് പറഞ്ഞത്, എന്താ ഇവിടെ ഇരിക്കണേ, ഭക്ഷണം കഴിക്കില്ലേ, ഇങ്ങടെ ഏറ്റുവായോ. ഇയാളിതിൻ്റെ ഇടയിൽ ഭാര്യ വന്ന് ശല്യപ്പെടുത്തി പറഞ്ഞു, നീ പോയി എവിടുന്ന്, എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം, നീ പോ. 2ാമത്തെ വരെ അങ്ങനെ പോയി. എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം, അവിടെ ഇരുന്ന് പോയി ആള്. അതാളറിഞ്ഞില്ല. ഇനി 3ാമത്തെ ഒരു വരണ്ട്, അത് ചോദിക്കാം, എന്നാ ഊണ് കഴിഞ്ഞിട്ട് ചോദിക്കാം. എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ എഴുന്നേൽക്കാൻ പറ്റണില്ല. 2ാമത്തെ വരത്തിൽ ഉറച്ചു പോയി. എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം, ഇരുന്ന് പോയി. ഇനി ഇവിടുന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഒരൊറ്റ വരമുള്ളോ, 3ാമത്തെ വരം. അതേമാതിരിയോ എനിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കണം, എഴുന്നേറ്റു, 3ാമത്തെ വരം പോയി. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ വരങ്ങൾ കിട്ടിയിട്ട് ജീവിതം ധന്യമാകില്ല. ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടും ധന്യമാകില്ല. നാം കൊടുക്കുന്നത് മാത്രമേ ജീവിതത്തിൽ നമ്മെ സംതൃപ്തിപ്പെടുത്തുകയുള്ളൂ. അതിനാൽ ഈ ക്രിസ്മസ് നിങ്ങൾ ക്രിസ്മസ് കാർഡ് കൊടുക്കുന്നു, ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഒരു പുഞ്ചിരി കൊടുക്കുന്നു, നിങ്ങളുടെ മനസ്സ് കൊടുക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കൊടുക്കുന്നു. എപ്പോഴെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ അവരെ എന്ത് കൊടുക്കുന്നുവോ അവിടെയെല്ലാം യേശു ജനിക്കുന്നുണ്ട്. ദൈവം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം മനസ്സിൽ ജനിക്കുന്നു പ്രിയമുള്ളവരെ. അതിനാൽ എല്ലാ ദിവസവും ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്മസ് ആയിരിക്കട്ടെ. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കൊടുത്താൽ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്നൊരു പുഞ്ചിരിച്ചാൽ, ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ, അപ്പോഴൊക്കെ ഓർക്കുക, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയത്തിൽ നിന്ന് ഒരു മനുഷ്യനെ നോക്കി പറയുമ്പോൾ അപ്പോഴെല്ലാം ക്രിസ്മസ് ആണ്. കുട്ടികൾക്ക് ജീവിതത്തിന്റെ സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ. മാതാപിതാക്കളെ, അവരെ സ്നേഹിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തൂ. യഥാർത്ഥ സ്നേഹം എന്തെന്ന് മാതാപിതാക്കളെ നിങ്ങളിൽ നിന്ന് അവർ പഠിക്കണം. പരസ്പരം പൊറുക്കാൻ, ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച മനസ്സിലാക്കാൻ, ഇതിനൊക്കെയുള്ള അവസരമായി ക്രിസ്മസ് മാറണം. ഇവിടെ നിങ്ങളൊരു അവസരമൊരുക്കി എനിക്കിവിടെ വരാൻ സാധിച്ചു. അതിലൊക്കെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇതും ദൈവത്തിൻ്റെ ഒരു നിമിത്തമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാം ഇന്ന് പിതാവ് ഇന്ന് പറഞ്ഞതുപോലെ, ജെറമിയായുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെയാണ്, നിന്നെക്കുറിച്ച് മകളെ, മകനെ, എനിക്കൊരു പദ്ധതിയുണ്ട്, സംശയിക്കേണ്ട, നിന്റെ നന്മ മാത്രം, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആ നല്ലവനായ ദൈവത്തോട് ഹൃദയത്തിൽ നിറയെ സ്നേഹം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ജീവിക്കൂ, സ്നേഹിക്കൂ. കാത്തിരിക്കുന്നു കർത്താവ് പ്രതീക്ഷയോടുകൂടെ വലിയ ക്രിസ്മസ് ദൈവസന്നദ്ധിയിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് സർവ്വ നന്മകളും സർവ്വ സന്തോഷവും നേരുന്നു. വാക്കുകൊണ്ട് അല്ല പ്രിയമുള്ളവരെ, ജീവിതം കൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഏകദേശം 2000 പേര് ഇവിടെയുണ്ട്. ഇതിൽ എത്ര പേർ അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണ്? അങ്ങനെയുള്ളവർ ഒന്ന് കൈപൊക്കുക. ഒരു 5%. ഈ കൈപൊക്കിയവർ അവരുടെ ശരിയായിട്ടുള്ള പേരും ഇമെയിൽ അഡ്രസ്സും ശരിയായിട്ടുള്ള ഫോൺ നമ്പരും ഇത് കഴിയുമ്പോൾ അച്ഛനെ ഏൽപ്പിക്കുക. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫാദർ ഡേവിസിനോടൊപ്പം കിഡ്നി ദാനം ചെയ്തത് ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. ഇങ്ങനെ 2 പേരെ എൻ്റെ അറിവിലുള്ളൂ സ്വയം ഇങ്ങനെ അവയവം ദാനമായിട്ട്. ഞാനും എൻ്റെ കൈപൊക്കുന്നു. ഇനിയും ആർക്കെങ്കിലും കൈപൊക്കാൻ അവസരമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ. ഇപ്പോൾ കൈപൊക്കിയത് ഞാൻ നിങ്ങളോട് എന്താണ് ഈ അവയവദാനെന്ന് പറയാതെയാണ് പൊക്കിയത്. ഞാൻ ഒരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ സമയം ഉണ്ടാകും. ആ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൈ മാത്രമല്ല 2 കൈയും, ചിലപ്പോൾ നിങ്ങൾ കാലും പൊക്കിയെന്ന് വരാം. പക്ഷേ ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കും, ആ ചോദിച്ചത് അവയവങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴല്ല കേട്ടോ, അതാണ് ചോദിച്ചത്. അതാണ് ആൾക്കാർക്ക് സംശയം.
മരിച്ചു കഴിഞ്ഞിട്ടാണ് അവയവങ്ങളൊക്കെ ദാനം ചെയ്യാനായിട്ടുള്ള കാര്യം ചോദിച്ചത്. ചില ആൾക്കാർ അറിയാണ്ട് ജീവിച്ചിരിക്കുമോ എന്ന് കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ അവരും തന്നെ കാണുന്നത് നല്ലതാ. താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് സോവനിയർ റിലീസ്. മൈ ഇൻവൈറ്റ് സുനിൽ റാപ്പുഴ, കൾച്ചറൽ കമ്മിറ്റി കൺവീനർ ആൻഡ് ചീഫ് എഡിറ്റർ ഓഫ് SMCA Bulletin, to release souvenir. May I invite Father Davies Chiramail along with the 4 area secretaries. Area Secretary Binu Grigory, Sebastian Eramangalatha, Alex George, Anthony Kanyaparambil. കൈയടിക്കാൻ ക്ഷാമം കാണിക്കേണ്ട, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു ഡേവിസ് അച്ഛൻ. അടുത്തതായിട്ട് ഫെലിസിറ്റേഷൻ ബാലദീപ്തി പ്രസിഡന്റ് മിസ് അന്ന അനിൽ തായിൽ. Honorable SMC President Thomas Uncle, Your Lordship Bishop George Rajendran, Reverend Father Davis Chiramail, SMCA General Secretary Thomas Lanapan Uncle, SMCA Treasurer Johnny Uncle, Committee members of SMC and Baladipti, beloved parents, brothers and sisters. I feel honored to address you all as the President of Baladipti during this Christmas and New Year celebrations. Before I greet you on this auspicious occasion, let me speak a few words about Baladipti. Baladipti, as its name indicates, is aimed at lighting a lamp for the new generation. His Grace Archbishop Ma Joseph Portal, during his historical visit to Kuwait, inaugurated Baladipti. As he wished and greeted Baladipti through the last 15 years of service to the young generation, has grown as the torchbearer for the future. It is nothing but what the Second Vatican Council suggested for the young generation. We read it in the 12th paragraph of the decree on laity. The young should become the first apostles of the young, exercising the apostolate by themselves, among themselves. It is the most efficient and elaborate definition anyone could provide for Baladipti and its activities. As one of the major activities of Baladipti is regular Malayalam classes, I would like to continue my talk in Malayalam. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേളയിൽ നിങ്ങളുടെ മകളായി ഞാൻ എന്ത് സന്ദേശമാണ് തരിക? നിരർത്ഥകമായ വാക്കുകളേക്കാൾ വിലയുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ തലമുറയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത സംഭവങ്ങളുടെ വെളിച്ചത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് വിളിച്ചു പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എനിക്കറിയാം, നമ്മുടെ ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളുടെ മേലാപ്പിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് ചിരിക്കുകയും സംസാരിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും പഠനത്തോടും ഭക്ഷണത്തോടും നല്ല നല്ല വസ്ത്രങ്ങളോടും ഒപ്പം നിങ്ങൾ തരുന്നത് സ്നേഹമാണെന്ന് ഈ തലമുറ മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് സത്യം. കണ്ണാടി വെച്ച കെണ്ടക്കി അപ്പൂപ്പൻ്റെയും ഏറ്റവും പുതിയ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെയും മുഖമാണ് സ്നേഹത്തിന് എന്നാണ് ഈ തലമുറ മനസ്സിലാക്കുന്നത്. സമൂഹവും സാമൂഹിക പ്രതിബദ്ധതയും ഫേസ്ബുക്കിലെ ലൈക്കുകളും കമൻറ്റുകളും മാത്രമായി പോകുന്നു. ഇതിനപ്പുറമുള്ളതൊക്കെ പഴഞ്ചിനും മുഷിപ്പിനുമൊക്കെയാണെന്ന് ഞാൻ ഉൾപ്പെടുന്ന തലമുറയും അറിയാതെ തന്നെ പഠിച്ചു പോകുന്നു. ഈ മൂഢസ്വർഗത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ പാതയിലേക്ക്, സത്യത്തിൻ്റെ പുളിപ്പിലേക്കും ചവർപ്പിലേക്കും ഞങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഏറ്റെടുത്തില്ല എങ്കിൽ 10 വർഷത്തിനകം സ്വപ്നസൗധങ്ങൾ പൊട്ടിത്തകരുന്നത് കണ്ണുനീരോടെ നോക്കി നിൽക്കേണ്ടി വരും. സ്നേഹമായ ദൈവം മനുഷ്യനായി അവതരിച്ചതോർക്കുന്ന ഈ അവസരത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാകട്ടെ നമ്മുടെ ചിന്താവിഷയം. നമ്മുടെ ഓരോ കുടുംബങ്ങളും നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മുടെ ഓരോ ബാലദീപ്തി അംഗവും
മലയാളത്തിലുള്ള വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൽ പരിശീലിക്കപ്പെടുന്ന പുതുതലമുറ വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യും. To conclude, I wish you all a Merry Christmas and a prosperous New Year. Thank you. താങ്ക് യു വെരി മച്ച് മിസ് അന്ന അനിൽ തയ്യിൽ. അടുത്തതായിട്ട് നന്ദി പ്രകാശത്തിനായിട്ട് SMC ട്രഷറർ ജോണി തറപ്പിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Respected President of SMCA, Mr. Thomas Kuruvila, respected Father Davis Tiramel, SMCA General Secretary, Mr. Thomas Lonapan, Baladipati President, Ms. Anna Anil, distinguished guests, fellow committee members, and dear family members. One of pleasure of the Christmas season is the opportunity to extend cordial greetings to all whose love we value. Christmas time is our favorite. Each year we celebrate Jesus Christ's birth, for it has changed the world. The Christmas heart is a giving heart, a wide open heart that thinks of others first. The birth of infant Jesus stands as the most significant event in all history. Through incarnation, he poured the healing medicine of love into a sick world which has been transforming all hearts for almost 2,000 years. As a Christian, we commit ourselves to be in Christmas not only during this season, but also on every day, not in celebrations, not in making crib and in decorating a tree, but in making every day the message of Christmas is passed to another. Once Mother Teresa said, "Yes, it is Christmas every time you smile at your brother and offer him your hand." So let us try to keep the real spirit of Christmas every day throughout the life, through our acts and smiles. It is my duty to extend vote of thanks to the dignitaries on dais whose presence made our Christmas New Year celebration meaningful. His Excellency Satish Mehta, he already left, is the head of the Indian mission in Kuwait. In a country like Kuwait, where considerable number of our countrymen is employed, the diplomatic mission is not just diplomatic. It is more often acts like a human resource department or like a humanitarian service. The presence and words of His Excellency itself proves the concern they share in the well-being of our countrymen. Let me express our heartfelt gratitude to His Excellency. His Grace Archbishop Peter Rajik, he also left. The Vatican Nuncio to Kuwait spared the valuable time of his busy season to meet and greet this indigenous Catholic community in Kuwait. We are honored and blessed with this, and we are thankful for the gesture of love and consideration. തക്കല രൂപതയുടെ പിതാവ് അദ്ദേഹവും അഹമ്മദ് പള്ളിയിലേക്ക് പോയിരിക്കുകയാണ്. തക്കല രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ ജോർജ് രാജേന്ദ്രൻ പിതാവ് സിറോ മലബാർ സഭയിൽ പുതിയ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതിൻ്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ മുഴുവൻ്റെയും വാതിൽ എന്ന് ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന നമ്മുടെ സഭയുടെ പുരാതന അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതിൻ്റെ തുടക്കം ഒരുപക്ഷെ മലയാളിയല്ലാത്ത ആദ്യത്തെ സീറോ മലബാർ ബിഷപ്പ് എന്ന് പറയാം. ഒരു കേരള സഭ എന്നല്ല, ഭാരതസഭ എന്ന് നമ്മുടെ സഭ അറിയപ്പെടണം എന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവ് SMCA ഭാരവാഹികളോടും പ്രവർത്തകരോടും സംസാരമധ്യേ പറഞ്ഞത് ഞാനിവിടെ ഓർക്കുകയാണ്. SMCAയും തക്കല രൂപതയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് ഒരു നിറച്ചാർത്താണ് അഭിവന്ദ്യ ബിഷപ്പിൻ്റെ ഈ സന്ദർശനം. അഭിവന്ദ്യ ബിഷപ്പിന് ഞങ്ങളുടെ ഏവരുടെയും സ്നേഹനിർഭരമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയെ ഏറ്റവും അടുത്ത് കണ്ട ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ബഹുമാന്യ ഡേവിസ് ചെറുമേലച്ചൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പിള്ളക്കച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ പരാധീനതകൾ അടയാളമാക്കി മാറ്റിയ ഉണ്ണിയെ അൾത്താരയിലും ജീവിതത്തിലും കണ്ടെത്തിയ, ജീവിതം തന്നെ ഒരു മാനവ കാരുണ്യ യാത്രയാക്കി മാറ്റിയ അച്ഛൻ്റെ സാന്നിധ്യം ഈ ജീവിതയാത്രയിൽ നമ്മെയും പ്രചോദിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന് നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും
SMCAയുടെ സാരഥിയുമായ ശ്രീ തോമസ് നരിതൂക്കലിനാണ് പ്രോട്ടോകോൾ പ്രകാരം ആദ്യമേ നന്ദി പറയേണ്ടത്. എന്നാൽ പ്രോട്ടോക്കോളിനേക്കാൾ കടമയ്ക്കും പരിപാടികളുടെ സുഗമമായ വിജയത്തിനും പ്രാധാന്യം നൽകുന്ന ബഹുമാന്യ പ്രസിഡന്റിനും ശക്തനും സൗമ്യനുമായ ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് ലോനപ്പനും ബാലദീപ്തിയുടെ പ്രസിഡന്റ് മിസ് അന്ന അനിൽ തയ്യലിനും നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി അർപ്പിക്കാനുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ സ്പോൺസേഴ്സ്, നമ്മുടെ ഗസ്റ്റ്, നമ്മളുടെ ഇന്ന് അതിഥികളായി വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ സ്പോൺസേഴ്സിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ബഹുമാന്യ കമ്മിറ്റി അംഗങ്ങൾക്കും നിങ്ങൾക്കേവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഇനി നടക്കാൻ പോകുന്ന കലാവിരുന്നിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. SMCAയ്ക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിച്ച ജോണി തറപ്പലിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായിട്ട് കരോൾ ഗാനങ്ങളാണ്.
ഹല്ലേലൂയക്കൊപ്പം ഹല്ലേലൂയ പാടാം ഞങ്ങൾ അല്ലിലെ വില്ലികൾക്കൊപ്പം. മിന്നി പോലെ താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. താരമെങ്ങും വിണ്ണി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. എമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിൽ എല്ലാരും. എന്നും ക്രിസ്മസിനാനന്ദം പുലരിന്തയം നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർന്നേകിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. താരമെങ്ങും മിന്നി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. കൺമുൻപിൽ കർത്താവ് വിടരും സത്യങ്ങൾ കാണാതെ പോകുന്ന അന്ധതയാണുള്ളിൽ. മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണിപിറന്നാലും എന്റെ മനസ്സിൽ പിറന്നില്ലേ അത് വ്യക്തമായി. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നി പോലെ താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. താരമെങ്ങും മിന്നി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. SMCA ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിന്റെ ഏറ്റവും പ്രധാനമായപ്പെട്ട ഒരു ഇനമായ സാന്റാ സംഗമം. ആദ്യം വരുന്നത് അബ്ബാസി ഏരിയ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കൈയടിച്ച് പാട്ട് പാടി ഇനി സംസാരിക്കാനുള്ളവർക്കൊക്കെ ഉറക്കത്തിൽ സംസാരിച്ച് നിങ്ങൾക്ക് സാന്റായെ സ്വാഗതം ചെയ്യുകയാണ്. സാന്റാ സംഗമം.
ചെക്ക്. വിശപ്പുള്ളവരുടെ ശ്രദ്ധയ്ക്ക്, നല്ല വിശപ്പുള്ളവരുടെ ശ്രദ്ധയ്ക്ക്, ഭക്ഷണ സാധനങ്ങൾ ഹോളിന് പുറത്ത് 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ തയ്യാറായിട്ടുണ്ട്. പോകേണ്ട വഴി പുറകുവശത്ത് എന്നിട്ട് വലത്തേക്ക് തിരിയുക. സാന്റ സംഗമക്കാർ അല്പം കൂടെ സ്പീഡിൽ വന്നാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ കഴിക്കാൻ സാധിക്കും. അബ്ബാസ് ഏരിയ സാന്റ സംഗമം കുറച്ചുകൂടെ മുമ്പോട്ട് എളുപ്പം പോരുക. ലേഡീസ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സാൽമിയ ഏരിയ, സാൽമിയ സാന്റ. അബ്ബാസിയക്കാർ മുമ്പോട്ട് പോരുക. സാൽമിയ ഏരിയ സാന്റ സംഗമം, സാൽമിയ. സാൽമിയയ്ക്ക് ശേഷം ഫഹാഗിൽ ഏരിയ, അതിനുശേഷം സിറ്റി ഫർവാനിയ. അബ്ബാസി ഏരിയക്കാർ, സാന്റ സമൂഹക്കാർ പുറകെ വരുന്ന സാലിമിയക്കാർക്ക് വഴി കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. രാജാവിൻ രാജാവ് എഴുന്നള്ളുന്നു, ദേവാദിദേവൻ എഴുന്നള്ളുന്നു, മലർവീതിയൊരുക്കി മാലാഖമാർ, പുൽമത്ത വിരിച്ചു ഇടയന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവിൻ രാജാവ് എഴുന്നള്ളുന്നു, ദേവാദിദേവൻ എഴുന്നള്ളുന്നു, മലർവീതിയൊരുക്കി മാലാഖമാർ, പുൽമത്ത വിരിച്ചു ഇടയന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തരാത്രി തിരുരാത്രി, പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സഹസ്രരാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ശാന്തരാത്രി തിരുരാത്രി. അടുത്തായിട്ട് ഫാഹിൽ ഏരിയ, അടുത്തായിട്ട് ഫാഹിൽ ഏരിയ, ഫാഹിൽ ഏരിയക്ക് പിറകിലായിട്ട് സിറ്റി ഫർവാനിയ ഏരിയ സാന്റ സംഗമം. സാലിമിയക്കാർക്കും അബ്ബാസിയക്കാർക്കും നല്ലൊരു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരെന്ന്. ഫാഹിൽ ഏരിയക്കാർ അല്പം കൂടെ വേഗതയിൽ മുന്നോട്ട് വരിക. സിറ്റി ഫർവാനിയക്കാർ അല്പം കൂടെ വേഗതയോടെ വരിക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാട്ട് പാടാവുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റേജിന് ഓഡിറ്റോറിയത്തിന് പുറകിലല്ല, ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പാട്ട് പാടാവുന്നതാണ്. നമുക്ക് സിറ്റി ഫർവാനിയും ഫാഹിൽ ഏരിയയും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. ഫാഹിൽ ഏരിയക്കാർ അല്പം കൂടെ വേഗതയോടെ മുമ്പോട്ട് വരിക. നിങ്ങൾക്ക് സ്റ്റേജിന്റെ മുമ്പിൽ വന്ന് പാട്ട് പാടാവുന്നതാണ്.
അതോടൊപ്പം പുറകെ വരുന്ന സിറ്റി ഫർവാനിയക്കാരെ സ്വാഗതം ചെയ്യുന്നു. സിറ്റി ഫർവാനിയ. ഇപ്പോൾ സ്റ്റേജിന് വിളിക്കുന്ന ഫാഹിൽ ഏരിയയാണ്. ഫാഹിൽ ഏരിയയ്ക്ക് നല്ലൊരു കൈയടിച്ചവർക്ക് നല്ലൊരു അഭിനന്ദനം കൊടുക്കുക. ഫാഹിൽ ഏരിയയ്ക്ക് എല്ലാവരുടെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സാലിമക്കാർക്കും അബ്ബാസക്കാർക്കും ഒന്നും കൂടെ കൈയടിച്ച് അവരെ അഭിനന്ദിക്കുന്നു. ഇതാ വരുന്നു സിറ്റി ഫർവാനി ഏരിയ. സിറ്റി ഫർവാനി ഇതാ പുറകെ വരുന്നു. അതിലേറ്റവും കൂടുതൽ ഉടൻ തന്നെ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ്. ആർട്സ് കോമ്പറ്റീഷന് പങ്കെടുത്ത വിജയികളായ എല്ലാ കുട്ടികൾക്കും ഇതിനുശേഷം സമ്മാനം നൽകുന്നതാണ്. കുട്ടികളെല്ലാവരും ഫർവാനിയ ഏരിയക്കാർ വരുന്നു. അവരെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇതിനുശേഷം കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ്. അതിനായിട്ടുള്ള സമ്മാനാർഹരായ കുട്ടികൾ ദയവേത് തയ്യാറായിട്ടിരിക്കുക. അതിനുശേഷം ഗാനമേള ആരംഭിക്കുന്നതാണ്. സിറ്റി ഫർവാനിക്കാരുടെ എത്തിക്കഴിഞ്ഞു. അവർക്ക് നല്ലപോലെ കൈയടിച്ചൊരു സന്തോഷസൂചകം, അഭിനന്ദനം, പ്രോത്സാഹനം ക്രിസ്മസിന്റെ നവവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് സിറ്റി ഫർവാനിയ ഏരിയ ഇതാ മുമ്പിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തായിട്ട് സമ്മാനദാന ചടങ്ങുകൾ. ആദ്യമായിട്ട് ഗ്രൂപ്പ് എയുടെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്.